ചാൻസ് വന്ന് ഒത്തോ? അത് പറയാനാണ് ഞാൻ വിളിച്ചത്. സത്യം പറഞ്ഞത് എനിക്ക് തോന്നി. ഒരു ഹാപ്പി ന്യൂസ് ഞാനിങ്ങനെ ഉണ്ട്. അങ്ങോട്ട് ചോദിക്കാനിരിക്കുന്നു. അങ്ങനെ എനിക്ക് കോളില് പറ്റുന്നില്ല. എനിക്ക് അതാ പറഞ്ഞ ഡയറക്റ്റ് മിനിഞ്ഞാന്നല്ലേ കോളില് കൊറേ ആയില്ല. അന്ന് അതിനുശേഷം പിന്നെ കോളിലല്ലായിരുന്നു കണ്ടിന്യൂസ്. അപ്പൊ ഞാൻ എപ്പോഴാ? ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒക്കെ പറയുന്നത് സൺഡേ വരുന്ന സൺഡേയില് എല്ലാരും കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പൊ ആരും ഉണ്ടാകത്തില്ലേ? ഓക്കെ ഇല്ലില്ല ഓക്കെ. അല്ല, അന്ന് ഇവിടെ വന്നായിരുന്നല്ലേ? ഉം. അത് പിന്നെ പെട്ടെന്നങ്ങ് തീർക്കേണ്ടി വന്നില്ലേ? അത് ഒട്ടും സമയം സമയം ഒത്തിരി. കിട്ടിയില്ലല്ലോ. എനിക്ക് കുറച്ചധികം സമയം വേണമായിരുന്നു. പിന്നെ അന്നാണ് ഓടിപ്പിടുത്തമില്ലായിരുന്നു. ഭയങ്കര ധൃതിയായി പോയി, ബിസി ആയി. നമുക്കെന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാലോ? വല്ല ഹണിയോ സ്പെഷ്യൽ വെച്ചിട്ടെങ്കിലും. അത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത ഓർമ്മയില്ല. ഹണിയാവുമ്പോ ഹണി നിനക്ക് വെച്ചിട്ടൊരു ഐറ്റം. നന്നായിട്ട് ഇഷ്ടപ്പെടും ഹണി വെച്ചാകുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ. അടിപൊളിയായിരിക്കും. ഹണി വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ അതാണ് ഇങ്ങനെ ഓരോരുത്തർ കണ്ടായിരുന്നു സംഭവം. അത് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയില്ല, പ്ലാൻ ചെയ്ത ഓർമ്മയില്ല. പക്ഷെ അത് അന്ന് നടന്നില്ല. അന്ന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നടന്നില്ല. പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് പിന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാനപ്പോ അന്ന് തൊട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. ഇനിയിപ്പോ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ ഞായറാഴ്ചയല്ലേ പറഞ്ഞേ? ഇനിയിപ്പം ഈ ഞായറോ അടുത്ത ഞായറാഴ്ച നീ വരുവോ പിക്ക് ചെയ്യാൻ? പിക്കാൻ വരാം. ഞാനവിടെ പകുതി വഴിയിൽ നിക്കാം. വന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്നോളാം. നീ അവിടെ വന്നാൽ മതി. വീട്ടിലോട്ട് വരണ്ട. വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്യണ്ട. സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ വാങ്ങിച്ചിട്ട് നേരത്തെ വീട്ടിൽ വെക്കാം. ഹണിയൊക്കെ തേനൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വെക്കാം. പിന്നെ അപ്പം അത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അതല്ലേ, അതാ കട്ട സ്പെഷ്യൽ അല്ലേ. അതിങ്ങനെ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അന്ന് ഞാൻ പ്ലാൻ ചെയ്തപ്പോ പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പൊ കണ്ടപ്പോ തൊട്ട് മനസ്സിലൊരു തോന്നി, അത് കൂട്ടി ഒന്ന് കഴിക്കാൻ. കൊറേ സമയം എടുത്ത് കഴിക്കോ ഹണി വെച്ച്? പതിയെ കഴിക്കേണ്ടതാ അത്. അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. വേറൊരു കാര്യമുണ്ട്, അന്ന് നല്ല സമയമുണ്ട്. അവര് പോയിട്ട് പിന്നെ വൈകിട്ടെങ്ങാണ്ട് വരത്തുള്ളൂ. അപ്പൊ പിന്നെ ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട്. അപ്പം നല്ല നല്ല കട്ടയ്ക്ക് ടൈം എടുത്ത് പതിയെ മെല്ലെ സാവധാനത്തിൽ രുചിച്ച് കുടിക്കാം. അത് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പൊ എങ്ങനെ കണ്ടായിരുന്നത്. അല്ല, അത് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ക്ഷമയൊക്കെ വേണം. എനിക്ക് പിന്നെ നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് പിന്നെ നല്ല എനിക്ക് ക്ഷമയുണ്ട്. അന്ന് വീട്ടിൽ വന്നപ്പോ അറിയാം. മനസ്സിലായി. പിന്നെ അന്ന് പിന്നെ ഒരു ഭാഗത്തൊരു സമയം ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്ക് ഒട്ടുമേ സമയം കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലല്ലോ. എന്തൊക്കെയോ പെട്ടെന്നുള്ള സമയം കൊണ്ടൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കുമായിരുന്നു. ഡീപ് ആഷ് അങ്ങനെ അത് ആവരുത്. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഹണി വെച്ച് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് നല്ല. ഹണി വെച്ച് സൂപ്പറാണ് ഞാൻ അങ്ങനെ കണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. നല്ല രസമാണ് ഇങ്ങനെ കണ്ട്. അപ്പൊ അന്നോട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് കളയെന്തായാലും. പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? സ്പെഷ്യൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. പിന്നെ സമയമെടുത്തങ്ങ് കഴിച്ചാൽ മതി പതിയെ. സമയം എടുത്തേ കഴിക്കത്തുള്ളൂ. അറിയാമല്ലോ എന്റെ ക്ഷമ. സമയം എടുത്തേ കഴിക്കത്തുള്ളൂ. അത് തന്നെയല്ല, അത് കുറച്ച് ടൈം എടുക്കുമല്ലോ. അത് ഒഴിച്ചിട്ടെ. അല്ല, ലാസ്റ്റ് അത് കഴിച്ചാൽ മതി. ഡയറക്റ്റ് അത് കഴിക്കണ്ട. ബാക്കിയുള്ളതൊക്കെ നോക്കിട്ടെ ലാസ്റ്റ് മതിയോ? ചെയ്തിട്ട്. എക്സൈറ്റ്മെന്റ് ഇല്ലയോ? അല്ല, ഡയറക്റ്റ് അത് കഴിക്കണ്ട. ഡയറക്റ്റ് കഴിച്ചാൽ പിന്നെ പെട്ടെന്ന് ഇതാവും. ശരിയത്. ഡയറക്റ്റ് കഴിച്ചാൽ പിന്നെ പെട്ടെന്ന് തീർന്നു പോയാലേ അതാ പെട്ടെന്ന് തീർന്നു പോകും. പതിയെ എങ്ങനെ പതിയെ ലാസ്റ്റ് ടൈമില് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈമിൽ അത് ചെയ്യാം. കുറെ പരിപാടികളുണ്ടല്ലോ. നല്ല രസമായിരിക്കും അത്. ഞാൻ വീട്ടിൽ വന്നപ്പോ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത്. പക്ഷെ ഒത്തിരി നമുക്കൊരു 1-2 മണി, ഒരു മണിക്കൂർ എങ്ങാണ്ടല്ലേ കിട്ടിയുള്ളൂ. അതിനുള്ളില് അത് ശരിയാവത്തില്ല. 1 മണിക്കൂർ കിട്ടിയില്ലെന്ന് തോന്നുന്നല്ലേ? 1 മണിക്കൂർ കഷ്ടി കിട്ടിയുള്ളൂ. അല്ലാതെ ഓടിപ്പിടുത്തത്തിന് അത് ശരിയാവത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് മെല്ലെ ചെയ്യേണ്ട കാര്യമല്ലേ.
ഇതിപ്പം വൈകിട്ട് വരെ സമയം കിട്ടുവാണെങ്കിൽ രാവിലെ 1-2 തവണയൊക്കെ നോക്കാലോ പിന്നെന്താ, അല്ലേ? 1-2 ബാക്കി എവിടെ പോയി? നാളെ മോർണിംഗ് ഞാൻ പിക്ക് ചെയ്യാൻ വരാം. വൈകിട്ട് കൊണ്ട് വിട്ടാ പോരെ? ഞാൻ നോക്കിയിട്ട് ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. 10 മണിയോ? അത്ര ലേറ്റ് ആവണം. അല്ല, എനിക്ക് അത്ര രാവിലെ വരാനൊക്കത്തില്ല. വൈകിട്ട് വരെ ഉണ്ടല്ലോ. നമുക്കൊരു 7 മണി 7:30 സമയമുണ്ട്. അല്ല, ഒത്തിരി വൈകിട്ട് ഒത്തിരി ലേറ്റ് ആക്കണ്ട. ഒരു 6:30 ആ സമയം വരെ. ഇത്രയും ടൈമില്ലേ? 6:30 ആകുമ്പോ ഞാൻ കൊണ്ടുവിടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. ഈ ഓടിപ്പിടുത്തത്തിന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര വിഷമമായി. അതായത് പിന്നെ നമ്മള് കോളിലല്ലായിരുന്നു. കോളില് അപ്പോ എനിക്കത് സെറ്റ് ആവുന്നേ ഇല്ല. അല്ലാതെ ഇങ്ങനെ ചാൻസ് എപ്പോഴും കിട്ടും. അപ്പോഴേക്കും എന്റെ കോള് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും ഞാൻ ഈ സംഭവം വിളിച്ചത്. രാവിലെ ഈ സംഭവം അറിഞ്ഞപ്പോഴേ എക്സൈറ്റഡ് ആയിട്ട് രാവിലെ വിളിച്ചത്. ഞാൻ 2-3 തവണ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പിന്നെ കഴിച്ചെന്നാ കുഴപ്പമില്ല, എനിക്ക് ചെറിയൊരു ദേഷ്യം വന്ന് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ഫ്രീ ആകുമ്പോ വിളിക്കട്ടെന്ന് ഓർത്ത്. അടുത്ത ചാൻസ് കിട്ടുമോ വല്ല വഴിയുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ആയാലും നോക്കിയിട്ട് ഇവിടെ ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കിയിട്ട് അന്നേരം നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. തേന് വേറെ എന്തെങ്കിലും വെച്ചിട്ടേ പുതിയൊരു ഐറ്റം പിടിക്കാം. ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. അല്ല, ഇതൊക്കെ ചെയ്തു വരാനൊരു എന്തായാലും ഒരു 3-4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെയും അങ്ങനെയൊക്കെ ആകുമ്പോ ഒരു രസമുള്ളൂ. എന്തായാലും സമയവും ഉണ്ട്, ഇഷ്ടംപോലെ സമയവും ഉണ്ട്. പിന്നെ എല്ലാം ചെയ്താൽ മതി. ധൃതിയില്ലല്ലോ, അന്ന് അങ്ങനെയല്ലല്ലോ, ഭയങ്കര എല്ലാം ഓടിപ്പിടുത്തതല്ലല്ലോ, പെട്ടെന്ന് ആവേശം കൊണ്ട് പെട്ടെന്ന് കഴിച്ച് തീർക്കരുത്, പതിയെ കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയൊക്കെ കഴിക്കണോന്ന് എനിക്ക് പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് എനിക്കത് കഴിച്ചിട്ട് അധികം വശമില്ലല്ലോ, അതെങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. പറഞ്ഞുതരാം. അത് അങ്ങനെ കഴിച്ചിട്ട് വശമില്ല, ഫസ്റ്റ് ടൈമാണ്. അല്ലാതെ ഞാൻ കഴിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് എനിക്കൊരു മീൻസ് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നോക്കട്ടെ, കിട്ടുമായിരിക്കും. പിന്നെ കിട്ടാതെ അവിടെ പോകാനോ. അടുത്തത് കിട്ടിയില്ലെങ്കിൽ ചാൻസ് ഉണ്ടാക്കണം, എനിക്ക് പറ്റത്തില്ല. ചാൻസ് ഉണ്ടാക്കുമല്ലോ, അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാക്കും. ഈ അല്ലാതെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ടേസ്റ്റ് അറിഞ്ഞാലേ പിന്നെ വേണം തോന്നുക. ടേസ്റ്റ് അറിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വേണമെന്ന് തോന്നും. കുറെ വാങ്ങിച്ചു വെക്കേണ്ടി വരും തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം ചാൻസ് കിട്ടുമ്പോ നീ തന്നാ മതി. ഞാൻ തരാം. ഞാൻ വെച്ച് തരാം. ഞാൻ അതിങ്ങനെ സെറ്റാക്കി തരാം. കഴിച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് അല്ല, അന്ന് നീ തന്ന ശരിക്കും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അത് സമയമില്ലായിരുന്നല്ലോ, കണ്ടില്ലയോ? കൊടുപ്പിത്തല്ലായിരുന്നു. ആസ്വദിച്ച് കുടിക്കണം. നല്ല ആസ്വദിച്ച് കുടിക്കാമല്ലോ, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. കുറെ തരം കേട്ടോ. കുറെ നമുക്ക് ചെയ്യാം, കുറെ തരം. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് തരാം. പിന്നെ വൈകിട്ട്